തുഫലെ ഇന്നിപ്പോൾ അതായത് നമ്മുടെ ഇവരുമായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള ലാസ്റ്റ് 2020 ഇന്ന് കളിക്കുകയാണ്. ഏതാണ്ട് നാളെ ഇന്ത്യൻ 2020 ഏകദിന ടീമിനെ പ്രഖ്യാപിക്കുമെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ പ്രഖ്യാപനം വരുമെന്നാണ് അറിയുന്നത്. ഞാൻ രാവിലെ കേട്ട വാർത്തയിൽ ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ എൻ്റെ സംശയം, സഞ്ജു സാംസൺ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ലോകകപ്പ് ടീമിൽ ഉണ്ടാകുമോ, 2020 ടീമിൽ ഉണ്ടാകുമോ? നാളെ മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും എന്തായാലും 3 മണിക്ക് മുമ്പ് നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കകം ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും. ഒന്ന് ഇപ്പോൾ ഇന്നാണ് ദക്ഷിണാഫ്രിക്കക്കെതിരായ 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്നാണ്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു കളിക്കാൻ ജയിച്ചാൽ ഇല്ല, സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ 2-2 പരമ്പര സമനിലയാവും. ഇന്ത്യ പരമ്പര ഇന്ത്യ ദക്ഷിണാഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ 2-0 ഇന്ത്യ ടെസ്റ്റ് പരമ്പര ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുമ്പിൽ അടിയറവ് വെച്ചു. അപ്പോൾ നാളെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസം. കാരണം ഈ ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. 3 ഏകദിനവും 5 2020 ഇന്ത്യ ന്യൂസിലാൻഡുമായി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇടം പിടിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം മിനിയാന്ന് നടന്ന മത്സരം, ലക്നൌവിൽ നടക്കേണ്ട മത്സരം പുകമഞ്ഞ് മൂലം മത്സരം ഉപേക്ഷിച്ചിരുന്നു. ആ മത്സരത്തിൽ സഞ്ജു കളിക്കേണ്ടതായിരുന്നു. കാരണം ശുഭ്മാൻ ഗില്ലിനെ കാൽവിരലിനേറ്റ പരിക്ക് മൂലം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കാരണം സഞ്ജുവിന് ഒരു 99% സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ കളിക്കേണ്ടതായിരുന്നു. എന്നാൽ പുകമഞ്ഞ് മൂലം ആ മത്സരം ഉപേക്ഷിച്ചു. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു ഒരു 99% സഞ്ജു കളിക്കാൻ തന്നെയാണ് സാധ്യത. വിക്കറ്റ് കീപ്പർ ആയില്ലെങ്കിലും ഓപ്പണർ ബാറ്ററായി സഞ്ജു ആദ്യ 11-ൽ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിട്ട് 2020 പരമ്പര നടക്കുകയാണ്. ഇന്ത്യയും ശ്രീലങ്കയുമാണ് സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തുന്ന ഇന്നത്തെ മത്സരം, അതായത് ദക്ഷിണാഫ്രിക്കക്കെതിരായ 2020 വളരെ നിർണായകമാണ്. കാരണം നാളെ മിക്കവാറും ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മുമ്പ്, രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ്, സമയം ഇപ്പോഴും ഷെഡ്യൂൾഡായിട്ടില്ല, ടീമിനെ പ്രഖ്യാപിക്കും. ആദ്യം ഒരുപക്ഷെ പ്രഖ്യാപിക്കുന്നത് ന്യൂസിലാൻഡിനെതിരായ ഏകദിന 2020 പരമ്പരയ്ക്കുള്ള ടീമിനെ ആയിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക. ഒപ്പം തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന 2020 പരമ്പരയ്ക്കുള്ള ടീം ലോകകപ്പിനുള്ള ടീമിനെയും പ്രഖ്യാപിക്കും. ഇനി നമുക്കൊന്ന് സഞ്ജുവിൻ്റെ സാധ്യത നമുക്ക് പരിശോധിക്കാം. ഓപ്പണറായി സഞ്ജു ഇതിനകം 17 ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്. 178 റൺസാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. 552 റൺസ് നേടി 3 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും സഞ്ജു ഇതിനകം നേടിയിട്ടുണ്ട്. അതിൽ 3 സെഞ്ചുറിയും നേടിയത് 2024, അതായത് കഴിഞ്ഞ വർഷമാണ്. എന്നാൽ ഈ വർഷം സഞ്ജുവിൻ്റെ ഏഷ്യ കപ്പ്, ഓസ്ട്രേലിയൻ പര്യടനം, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ സഞ്ജുവിന് മതിയായ അവസരങ്ങൾ ലഭിച്ചില്ല. എന്നാൽ ഏഷ്യ കപ്പിൽ ഒമാനെതിരെ സഞ്ജു ഒരു 50 അടി അന്ന് പരമ്പരയിൽ താരമായി. എന്നാൽ സഞ്ജുവിന് ആ മത്സരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാരണം സഞ്ജു ഒരുപാട് പന്തുകൾ കളിച്ചിട്ടാണ് സഞ്ജു ഒരു 50 നേടിയതെന്നതിൽ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കൊന്ന് സഞ്ജുവിൻ്റെ ഇപ്പോൾ സമീപകാലത്ത് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടാനുള്ള കാരണമായിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗിൽ വന്നതാണ് സഞ്ജുവിന് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയായത്. അതായത് ഏഷ്യ കപ്പ്, ഓസ്ട്രേലിയൻ പര്യടനം, ദക്ഷിണാഫ്രിക്കൻ പരമ്പര, ഈ 3 അവസരങ്ങളിൽ, അതായത് ഈ 3 ടീമുകൾക്കെതിരായ ഈ ഏഷ്യ കപ്പിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലും ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പരയിലും ഗിൽ അമ്പയെ പരാജയപ്പെട്ടു. സഞ്ജുവിന് ലഭിച്ചത് 5 അവസരങ്ങളാണ്. ഈ മൊത്തം ഈ ടൂർണമെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ ലഭിച്ചത് സഞ്ജുവിന് 5 അവസരങ്ങൾ. ഗില്ലിന് 15 അവസരങ്ങൾ കളിച്ചു. 15 തവണ ഗില്ല് ഇന്ത്യൻ കുപ്പായമണിഞ്ഞ് ക്രീസിലെത്തിയിട്ട് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിന് സാധിച്ചില്ല. ഗില്ല് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു ബാറ്റിംഗ്. അതായത് ഒരു 5-6 ഓവർ ആകുമ്പോൾ തന്നെ 5 ഓവർ, അതായത് ആദ്യ പവർ പ്ലേ പോലും കളിക്കാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല. ആ പവർ പ്ലേ കഴിയുന്ന മുമ്പേ ഗില്ല് ഔട്ടാകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇതിനെതിരെ വ്യാപകമായ റോബിൻ ഉത്തപ്പ, അതുപോലെ തന്നെ മുഹമ്മദ് കെയ്ഫിനെ പോലെയുള്ള, യുവരാജ് സിംഗിനെ പോലുള്ള പല കളിക്കാരും രംഗത്ത് വന്നിരുന്നു സഞ്ജുവിനെ തുടർച്ചയായി അവസരം നിഷേധിക്കുന്നതിനെതിരെ. കാരണം സഞ്ജു നല്ല ഫോമിലുള്ള ബാറ്റ്സ്മാനാണ്, ക്ലാസ് പ്ലെയറാണ്, നല്ല ഹുക്ക് ഷോട്ടും സ്ട്രൈറ്റ് ഡ്രൈവും കവർ ഡ്രൈവും ഒക്കെ കളിക്കാൻ നല്ല അസാമാന്യ ശേഷിയുള്ള കളിയാണ്. പ്രത്യേകിച്ച് 2020 നല്ല റെക്കോർഡുള്ള ശുഭ്മാൻ ഗില്ലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജു ഫാർ ബെറ്ററാണ്. അങ്ങനെയുള്ള സഞ്ജുവിന് അവസരങ്ങൾ നിഷേധിച്ചതിനെതിരെ ഈ പറഞ്ഞ റോബിൻ ഉത്തപ്പ, യുവരാജ് സിംഗ്,
മുഹമ്മദ് കെയ്ഫിനെ പോലുള്ള ഇന്ത്യയുടെ മുൻ താരങ്ങളെല്ലാം രംഗത്ത് വന്നിരുന്നു. അതുപോലെ ഈ സഞ്ജുവിൻ്റെ പകരക്കാരനായി കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞ വിക്കറ്റ് കീപ്പറിനും വേണ്ട രീതിയിൽ തിളങ്ങാനായിട്ടില്ല. ജിതേഷ് ശർമ്മക്ക് ഇതുവരെയായിട്ടും ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കുക, ഒരു കളിയിൽ മാത്രമാണ് ഒരു 30+ റൺസ് അദ്ദേഹം എടുത്തത്. ബാക്കി എല്ലാ കളിയിലും അദ്ദേഹത്തിന് നിരാശാജനകമായ ഒരു പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ശിവൻ ദുബെ, ഹർദിക് പാണ്ഡ്യ തുടങ്ങിയ ശിവൻ ദുബെയൊക്കെ തികഞ്ഞ പരാജയമാണ്. പക്ഷേ ശിവൻ ദുബെ 5-ാമതും 6-ാമതുമായിട്ടൊക്കെയാണ് അദ്ദേഹം ക്രീസിലെത്തുന്നത്. പക്ഷേ ശിവൻ ദുബെക്കും ഹർദിക് പാണ്ഡ്യയും ഈ പറഞ്ഞ ലോകകപ്പ് ടീമിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പണ്ട് സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ആണെങ്കിലും പെർഫോമൻസ് ഇല്ലാതെ, അതായത് ഫോമിലല്ലാതെ ഗാംഗുലി തപ്പിത്തടഞ്ഞ ഒരു അവസരം നമുക്കുണ്ടായിരുന്നു. അത് ഗാംഗുലി പാവം പരിതാപകരമായി ഗാംഗുലി ടീമിന് പുറത്തു പോകുന്ന രീതിയിൽ ഇവരൊക്കെ ഉണ്ടായി. അന്ന് ഇന്ത്യൻ ടീമിന്റെ വിദേശ കോച്ചായിരുന്നു അല്ലേ, ഓർമ്മയുണ്ടല്ലോ? അന്ന് ഇന്ത്യൻ ടീമിന്റെ ഒരു വിദേശ കോച്ച് ജോൺ റൈറ്റ് ഗ്രേഗ് ചാപ്പൽ എന്ന് പറയുന്ന കോച്ചിനെ അന്ന് ഇവിടെ കൊണ്ടുവന്നത് ഗാംഗുലിയാണ്, കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്നത്, ഈ പറയുന്ന സൂര്യകുമാർ യാദവ് ഫോമില്ലാതെ തപ്പിത്തടയുകയാണല്ലോ. ഈ സൂര്യകുമാർ യാദവ് ടീമിന് ഒരു തീർച്ചയായിട്ടും അയ്യപ്പേട്ടൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ശുഭ്മാൻ ഗില്ലിനെ പോലെ തന്നെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ശുഭ്മാൻ ഗില്ലിനെ പോലെ തന്നെ സമീപകാലത്ത് നമ്മൾ സഞ്ജുവിനെ ഇവര് ഇറക്കാതിരിക്കുന്ന ഇവര് കഴിഞ്ഞ രീതിയിൽ ഒരു പെർഫോമൻസും ഇല്ലാത്ത ആളാണ്. കഴിഞ്ഞ ഒരു 17-18 കളികൾ സൂര്യകുമാർ യാദവിന്റെ കളി പരിശോധിച്ചാൽ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ നേടിയ 47 റൺസാണ് സൂര്യകുമാർ യാദവിന്റെ ടോപ്പ് സ്കോർ. അതായത് കഴിഞ്ഞ 17-18 കളിയായിട്ടും സൂര്യകുമാർ യാദവിനും ഈ ശുഭ്മാൻ ഗില്ലിനെ പോലെ തന്നെ ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ സൂര്യകുമാർ 25 റൺസ് എടുക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞിട്ടില്ല. പല മത്സരങ്ങളിൽ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കെതിരായ 3 മത്സരം പരാജയമായത്. ഒരുപക്ഷെ സൂര്യകുമാർ യാദവിനും ശുഭ്മാൻ ഗില്ലിനൊക്കെ അവസരം കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഉത്തരേന്ത്യൻ ലോബിയുടെ ഇടപെടലും പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിന്റെയും അജിത് ഗാഗാറിന്റെ ഒക്കെ അമിതമായ പരിലാളന ഏൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. ഗൗതം ഗംഭീറും ഈ പറഞ്ഞ സൂര്യകുമാറൊക്കെ ഒരു പ്രോ BJP ആശയങ്ങളുള്ള ആൾക്കാർ. ഗംഭീർ BJPയുടെ MP ആയിട്ട് രാജ്യസഭയിലുണ്ടായിരുന്നാണ്. സൂര്യകുമാർ യാദവ് നമുക്കറിയാലോ, പാകിസ്ഥാനെതിരായ ഏഷ്യ കപ്പിൽ കൈ കൊടുക്കാതിരുന്നപ്പോൾ അത് എനിക്ക് കിട്ടിയ എൻ്റെ പ്രൈസ് മാച്ച് ഫീസ് ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയുള്ള ടീമിന് അത് മോശം കാര്യമാണെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അത് കളിക്ക് പുറത്തുള്ള കാര്യമാണ്. പക്ഷെ കളിക്കളത്തിൽ ബാറ്റർ എന്ന രീതിയിൽ സൂര്യകുമാർ യാദവ് നല്ല പ്ലെയറാണ്. നല്ല 2020 അസാമാന്യ പ്രതിഭാശാലി, അസാമാന്യം നല്ല കൈക്കരുത്തും മെയ്ക്കരുത്തും ഉള്ള ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ലെഗ് സൈഡിലൊക്കെ കളിക്കുന്ന സിക്സ് ഒക്കെ തന്നെ ഏതോ ചേതോഹരമായ സിക്സുകളാണ്. അദ്ദേഹം നല്ല പ്ലെയറാണ്, നല്ല ബാറ്ററാണെന്ന രീതിയിൽ ഒരു സംശയമില്ല. എന്നാൽ കഴിഞ്ഞ 17-18 കളികൾ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ദയനീയമാണെന്ന് പറയാം. ഒരു ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തുടരെ അവസരങ്ങൾ കിട്ടുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശുഭ്മാൻ ഗില്ലിനെ പോലെ തന്നെ സമീപകാലത്ത് മോശം കളികൾ കാഴ്ചവെക്കുന്ന കളിക്കാരാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജുവിന് ഒരുപക്ഷെ 2020 ലോകകപ്പിൽ ഒരു കിട്ടാനുള്ള സാധ്യത ഒരു 50-50. കാരണം അത് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് സമാപിച്ച സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ ജാർഖണ്ഡിന് വേണ്ടി ഹരിയാനക്കെതിരെ 45 റൺസിൽ സെഞ്ചുറി നേടി ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞ താരമാണ്. മുമ്പ് ടീമിൽ കളിച്ച താരമാണ്, വിക്കറ്റ് കീപ്പറാണ്, ഓപ്പണർ ബാറ്ററാണ്, ലെഫ്റ്റ് ഹാൻഡറാണ്, നല്ല പ്ലെയറാണ്. അപ്പൊ പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഹരിയാനക്കെതിരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 45 പന്തിലാണ് ഇഷാൻ കിഷൻ സെഞ്ചുറി നേടിയത്. 10 സിക്സ് അടിച്ചു, 6 4 അടിച്ചു. ജാർഖണ്ഡ് ജയിച്ചത് അദ്ദേഹം 69 റൺസിനാണ്. അതായത് പക്ഷേ ഇഷാൻ കിഷൻ ടീം മാനേജ്മെന്റുമായി അത്ര നല്ല ഇതിലല്ല. ഇഷാൻ കിഷൻ കഴിഞ്ഞ കുറച്ച് ഒരു 1.5 വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ സെലക്ടർമാരുമായിട്ടും കോച്ചുമായിട്ടൊന്നും അത്ര രസത്തിലല്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ കഴിഞ്ഞ IPL അദ്ദേഹം കളിച്ചത്. കഴിഞ്ഞ IPL മുമ്പേ ഈ പ്രശ്നങ്ങളുള്ളതാണ് എന്ന് വിചാരിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട ഒരു കളിക്കാരനാണ്. നല്ല പ്ലെയറാണ് അദ്ദേഹം. ഈ ടൂർണമെന്റ് മുസ്താഖ് അലി ടൂർണമെന്റിൽ 10 ഇന്നിങ്സ് കളിച്ചു. 197.32 സ്ട്രൈക്ക് റേറ്റിൽ 517 റൺസ് നേടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായിട്ട് മാറിയ പ്ലെയറാണ് ഇഷാൻ കിഷൻ. സഞ്ജുവിനെ ഈ 2020 ലോകകപ്പിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ തക്ക ശേഷിയുള്ള ഒരു താരമാണ് ഇഷാൻ കിഷൻ. കാരണം ഇഷാൻ കിഷൻ ഒരുപക്ഷെ ഈ സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ ഫോം ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജുവിന് ഈസി ആയിട്ട് നടക്കുകയാണ്. ഓപ്പണർ സ്ഥാനത്ത് തന്നെ സഞ്ജുവിന് 2020 ലോകകപ്പിൽ സാധ്യത ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും സഞ്ജുവിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. സഞ്ജുവിന് ഒരുപക്ഷെ ഒരിക്കൽ ഒന്നുകൂടി പ്രത്യേകിച്ച് ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെങ്കിൽ സാധ്യത കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ
ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാണ് സഞ്ജു വിസാംസൺ. അതുകൊണ്ട് അദ്ദേഹത്തിന് 2 പൊസിഷനിലും പ്രധാന താരമായി ഉപയോഗിക്കാം. മാത്രമല്ല ബാക്കപ്പ് ആയിട്ടും ഉപയോഗിക്കാം. കാരണം ഇൻ കേസ് അദ്ദേഹം ഓപ്പണറിൽ തിളങ്ങില്ലെങ്കിൽ വിക്കറ്റ് കീപ്പറാണ്. പക്ഷേ ഇന്നത്തെ മത്സരം ദക്ഷിണാഫ്രിക്കക്കെതിരായ ഇന്നത്തെ മത്സരത്തിൽ ജിതേഷ് ശർമ്മ കളിക്കുകയാണെങ്കിൽ സ്വാഭാവികം ജിതേഷ് ശർമ്മ തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ. സഞ്ജു ഓപ്പണർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. സഞ്ജുവിന് വിക്കറ്റ് കീപ്പറിൻ്റെ സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ സഞ്ജുവിന് കഴിഞ്ഞ 2024 2020 ലോകകപ്പിൽ അന്ന് ഇന്ത്യ 2020 ലോകകപ്പ് നേടി. അന്ന് രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻസിയിൽ അന്നും സഞ്ജുവിനെ അന്ന് ടീമിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം സഞ്ജു ആ ടൂർണമെൻറ്റ്, അതായത് 2024 2020 ലോകകപ്പിൽ സഞ്ജു കളിക്കുമെന്ന് നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഋഷഭ് പന്തിനായിരുന്നു സാധ്യത വന്നത്. കാരണം സഞ്ജുവിന് കളിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാൽ രോഹിത് ശർമ്മക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു സഞ്ജുവിനെ ടീമിൽ എടുക്കണമെന്ന്. എന്നാൽ ഋഷഭ് പന്ത് അന്ന് ഫോമായി നിൽക്കുന്ന സമയത്ത് ഋഷഭ് പന്തിനാണ് സാധ്യത. എന്തായാലും എനിക്കിതിലൊരു കാര്യം തുഫൈലിനോട് ചോദിക്കാനുള്ളത്, ഒരു ടീം മാനേജ്മെന്റ് ടീം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അന്തിമ 11-ൽ ക്യാപ്റ്റൻ ഒരു പങ്കുണ്ടാവും. തീർച്ചയായിട്ടും കോച്ചിനേക്കാൾ പങ്കുണ്ടാവും. അങ്ങനെ ഒരു ക്യാപ്റ്റൻ 50-50 ഓവറിലും ഇല്ല, ടെസ്റ്റ് ടീമിലും ഇല്ല. 2020-ലും ഗാംഗുലിക്ക് ശേഷം അങ്ങനെ വ്യക്തമായി രാഹുൽ, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഇദ്ദേഹത്തെ നമുക്ക് പറയാം, ഇപ്പോൾ രോഹിത് ശർമ്മയും നമുക്കതിൽ പറയാം, വിരാട് കോഹ്ലിയെയും പറയാം. വിരാട് കോഹ്ലിയുടെ ഒറ്റ ശ്രമമാണ് സിറാജ് എന്ന് പറയുന്ന ബൗളർ ഇത്രയും നല്ലൊരു ബൗളറായത്. അപ്പോൾ അതുപോലെ ഈ നിങ്ങൾ പറയുന്ന ആൾക്കാരെ കളിപ്പിക്കാം, കോച്ച് പറയുന്ന ആളിനെ കളിപ്പിക്കാം. പക്ഷേ അന്തിമ 11-ൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്ക് ചില തീരുമാനങ്ങളുണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് അങ്ങനൊരു ക്യാപ്റ്റൻ, ഒരു ഇന്ത്യൻ നായകൻ ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ഇല്ല? 50-50-ൽ രാഹുലാണ് ഇപ്പോൾ ക്യാപ്റ്റൻ. പല ഫോർമാറ്റിലും രാഹുലാണ്. അത് രാഹുൽ അല്ലായിരുന്നു ക്യാപ്റ്റൻ. ശുഭ്മാൻ ഗില്ലാണ് ഏകദിനത്തിൽ ക്യാപ്റ്റൻ ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലാണ്. പക്ഷേ കഴിഞ്ഞ ശുഭ്മാൻ ഗില്ല് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് 3 ഫോർമാറ്റിലും 3 ക്യാപ്റ്റന്മാരാണെങ്കിലും അങ്ങനെ തൻ്റെ ടീമിനെ അന്തിമ 11-നെ ഞാനും കൂടെ തീരുമാനിക്കാം എന്ന് പറയാൻ ഒരു ക്യാപ്റ്റൻ ഇല്ലാത്തതും ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ അതൊരു ദയനീയമായ ഒരു ശാപമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആംബിയറുള്ള, അങ്ങനെ ഒരു ഗട്ട്സ് ഉള്ള ക്യാപ്റ്റൻ ഇനി എന്ന് ഇന്ത്യൻ ടീമിന് വരുമോ അന്ന് സഞ്ജുവിനെ പോലത്തെ കളിക്കാർക്ക് കളിക്കാൻ അവസരം. അതിപ്പോൾ ഇന്ന് ചില മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, വീരേന്ദ്ര സെഹ്വാഗ് കോച്ചായിട്ട് ഇന്ന് ഗൗതം ഗംഭീറിനെ മാറ്റി വീരേന്ദ്ര സെഹ്വാഗ് കോച്ചായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പലരൊക്കെ കമന്റുകളും വെച്ച് എക്സിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. സേവാങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ ടീമിന് നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സഞ്ജുവിന് ഉണ്ടാകും, സഞ്ജു ടീമിൽ ഉണ്ടാകും എന്ന് തന്നെ മലയാളികളായ നമുക്ക് കരുതാം. അതൊരു 50% സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം ഇഷാൻ കിഷനും കൂടി ഇപ്പോൾ ഫോമായി നിൽക്കുകയാണ്. അത് മാത്രമല്ല ഈ സയ്യിദ് മുഷ്താഖ് ഈ ടൂർണമെന്റിൽ സഞ്ജു നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇഷാൻ കിഷന്റെ അത്ര എത്തിയില്ലെങ്കിലും സഞ്ജുവും കളിച്ച കിട്ടിയ അവസരങ്ങളെല്ലാം നല്ല മാന്യമായ രീതിയിൽ സഞ്ജുവിന് കിട്ടുന്ന അവസരം സഞ്ജു നല്ലോണം മുതലാക്കണം. ഒരു 50 എങ്കിലും സഞ്ജു ഇന്ന് ദക്ഷിണാഫ്രിക്ക നടക്കുന്ന അവസാന 20 ഒരു 50 റൺസ് എങ്കിലും സഞ്ജു സ്കോർ ചെയ്താൽ തീർച്ചയായിട്ടും സഞ്ജുവിന് നാളെ എന്തായാലും സഞ്ജുവിന് ടീമിലും ഉണ്ടാവും, ഇന്ത്യൻ ലോകകപ്പ് ടീമിലും ഉണ്ടാവും തീർച്ചയായിട്ടും.